ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു KTU CSE. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ കൺസെൻസസ് അൽഗോരിതത്തിൻ്റെ അസംഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെയാണ് നോക്കുന്നത്. 7 അസംഷൻസ് ഉണ്ട്. ഒന്ന് ഫെയിലിയർ മോഡൽ എന്ന് പറഞ്ഞാൽ ചില പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോസസ്സ് ഉണ്ടെന്ന് വെച്ചോ, P1 P2 അങ്ങനെ പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഇത് എന്ത് പ്രോസസ്സ് വരെ എത്തത്തില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഒരു മിഡ് റീജിയനിൽ എത്തുമ്പോൾ അതെന്താവും, അങ്ങ് ക്രാഷ് ആയി പോവും. ഓക്കെ, അതിൻ്റെ ആക്ച്വൽ ഡെസ്റ്റിനേഷനിൽ എത്തത്തില്ല. അല്ലെങ്കിൽ ആ ഡെസ്റ്റിനേഷൻ്റെ ഒരു സബ്സെറ്റ് വരെ എത്തത്തോളം നമുക്ക് പറയാം. ചിലപ്പോൾ എന്തെങ്കിലും മെസ്സേജ് സെൻഡ് ചെയ്യുന്നതോ റിസീവ് ചെയ്യുന്നതോ ഒരു ഇവൻ്റ് ആയിരിക്കും. അതിനെയാണ് ഫെയിലിയർ മോഡൽ എന്ന് പറയുന്നത്. അതായത് സം ഓഫ് ദി പ്രോസസ് മേ ബി ഫോൾട്ടി ഇൻ ദ സിസ്റ്റം. ചില പ്രോസസ്സ് ഈ സിസ്റ്റത്തിൽ ഫോൾട്ടി ആവാറുണ്ട്. ദെയർ ആർ സം ഫെയിലിയർ മോഡൽ. ഇപ്പോൾ 2 തരം ഫെയിലിയർ മോഡൽ ഒന്ന് ഫെയിൽ സ്റ്റോപ്പ് മോഡലും ഒന്ന് ബൈസാൻഡിയൻ ഫെയിലിയർ മോഡലും. ഫെയിൽ സ്റ്റോപ്പ് മോഡലാണ് ഞാനിപ്പോൾ പറഞ്ഞ കേസ്. പ്രോസസ് മേ ക്രാഷ് ഇൻ ദ മിഡിൽ ഓഫ് എക്സിക്യൂഷൻ. അതിൻ്റെ എക്സിക്യൂഷൻ്റെ പകുതി ആകുമ്പോഴേ ആ പ്രോസസ്സ് ക്രാഷ് ആവും ഡ്യൂറിങ് എ സെൻഡ് ഓർ റിസീവ് ഇവൻറ്റ്. എന്തെങ്കിലും സാധനം സെൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റിസീവ് ചെയ്യുമ്പോഴോ ആയിരിക്കാം. ഇറ്റ് റീച്ചസ് ഓൺലി ദ സബ്സെറ്റ് ഓഫ് ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ PN ആണെങ്കിൽ അതിൻ്റെ ഒരു സബ്സെറ്റ് വരെ ഇത് റീച്ച് ചെയ്യത്തുള്ളൂ. ബൈസാൻഡിയൻ ഫെയിലിയർ മോഡൽ എന്ന് പറഞ്ഞാൽ പ്രോസസ് മേ ബിഹേവ് ആർബിട്രറി. പ്രോസസ്സ് ഒരു ആർബിട്രറി എന്ന് വെച്ചാൽ ഒരു സ്ഥിരതയില്ലാത്ത രീതിയിൽ അങ്ങ് ബിഹേവ് ചെയ്യും. ഇപ്പോൾ ഫെയിലിയർ മോഡൽ മനസ്സിലായല്ലോ. പ്രോസസ്സ് ഫെയിൽ ആവാനുള്ള ചാൻസ് ആണ്. 2 തരത്തിലുള്ള ഫെയിലിയർ മോഡലുണ്ട്, ഫെയിൽ സ്റ്റോപ്പ് മോഡലും ബൈസാൻഡിയൻ മോഡലും. ബൈസാൻഡിയൻ മോഡൽ എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ആർബിട്രറി ബിഹേവ് ചെയ്യും. ഫെയിൽ സ്റ്റോപ്പ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ വരെ എത്തത്തില്ല, മിഡിൽ റീജിയനിൽ വെച്ച് ക്രാഷ് ആവാം. ചിലപ്പോൾ അത് സെൻഡ് ചെയ്യുന്നൊരു പ്രോസസ്സ് ആവാം അല്ലെങ്കിൽ റിസീവിങ് പ്രോസസ്സ് ആവാം. അതായത് അതിൻ്റെ ഡെസ്റ്റിനേഷൻ്റെ ഒരു സബ്സെറ്റ് വരെ എത്തും. ഓക്കെ, ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് സിങ്ക്രണസ് ഓർ അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ. ഈ ഫിഗറിലൂടെ ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ വരച്ചൊരു ഫിഗറാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. സപ്പോസ് P1 എന്ന് പറയുന്ന ഒരു ഫെയിലിയർ പ്രോസസ്സാണെന്ന് വിചാരിച്ചോ. അതിൻ്റെ ഡെസ്റ്റിനേഷനിലെത്തേണ്ട P2 ആണ്. അപ്പോൾ അസിങ്ക്രണസ് ആണേ പറയുന്നത്. P1 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം ഏതോ ഒരു പോർഷനിലെത്തിയപ്പോൾ P1 അബോർട്ടായി പോയി. മീൻസ് ആ പ്രോസസ്സ് ഫെയിലിയർ ആയിപ്പോയി. അപ്പോൾ ഈ റെസിപ്പിയൻറ്റിൽ അത് എത്തിയില്ല. അപ്പോൾ റെസിപ്പിയൻറ്റ് കാണ്ട് ഡിക്റ്റേറ്റ് ദ മെസ്സേജ് വാസ് നോട്ട് റീച്ച്ഡ് അബോർട്ടഡ്. അത് ഈ റെസിപ്പിയൻ്റ് അറിയത്തുപോലുമില്ല അത് പകുതിക്ക് വെച്ച് അബോർട്ടായി പോയെന്നോ അല്ലെങ്കിൽ അത് എത്തത്തില്ലെന്നോ പോലും അറിയാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് അസിങ്ക്രണസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് തുടങ്ങാം? ഓക്കെ, സപ്പോസ് P1 ഈസ് എ ഫെയിലിയർ പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ടു സെൻഡ് ആൻ ഇവൻറ്റ് ടു ദ another process P2, and if it is about in the middle of the execution, the P2 or the recipient can't dictate the presence of such process. നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഈ സെയിം മീനിങ് വരുന്ന രീതിയിൽ എഴുതിയാൽ മതി. അതിനെയാണ് അസിങ്ക്രണസ് എന്ന് പറയുന്നത്. അപ്പോൾ സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ഈ പറയുന്ന റെസിപ്പിയൻറ്റ് ഇവൻ വന്നില്ല, ഇവ അബോട്ടായി പോയെന്നുള്ള കാര്യം ഡിക്റ്റേറ്റ് ചെയ്യും. എങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ P2 can dictate the message was aborted because it assumed that the arrival of some default data വാല്യൂ along with this. അതായത് P2ന് അറിയാം എന്തേലും ഒരു ഡേറ്റ വാല്യൂ കൊണ്ടാണ് ഇവൻ വരുന്നതെന്ന് അല്ലേ. അപ്പോൾ ആ ഡേറ്റ വാല്യൂവിന് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഡേറ്റ വാല്യൂ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മനസ്സിലാവും ആ പ്രോസസ്സ് അബോർട്ടായെന്ന്. അത്രയേ ഉള്ളൂ. പറയുന്നത്? ഇറ്റ് അസ്യൂം ദാറ്റ് ദ അറൈവൽ ഓഫ് സം ഡിഫോൾട്ട് ഡേറ്റ വാല്യൂ, ഒരു ഡിഫോൾട്ട് ഡേറ്റ വാല്യൂവിൻ്റെ അറൈവലായിട്ട് ഇത് വെയിറ്റ് ചെയ്യും. അപ്പോൾ അസിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിപ്പിയൻ്റ് അറിയത്തില്ല, സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ റെസിപ്പിയൻ്റ് അബോർട്ടായ കേസ് അറിയും. ഓക്കെ, ഇനി നെറ്റ്വർക്ക് കണക്ടിവിറ്റി. എളുപ്പമല്ലേ? മൂന്നാമത്തെ സാധനം നെറ്റ്വർക്ക് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഫുൾ ലോജിക്കൽ കണക്ടിവിറ്റി ആയിരിക്കണം. ഈച്ച് പ്രോസസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. എല്ലാ പ്രോസസ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് അവിടെ കൺജങ്ഷൻ ഒന്നും വരാൻ പാടില്ല, ബോട്ടിലിനൊക്കെ ഒന്നും വരാൻ പാടില്ല. എന്ന് വെച്ചാൽ ട്രാഫിക് ഒന്നും വരാൻ പാടില്ല. ഫുള്ള് ലോജിക്കൽ കണക്ടിവിറ്റി, നെറ്റ്വർക്ക് അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇതിവിടെ നിൽക്കട്ടെ. ഈ 5ാമത്തെ ചാനൽ കണക്ടിവിറ്റി എളുപ്പമായതുകൊണ്ടാണ് പറയുന്നത്. ചാനൽ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചാനൽ ഡസ് നോട്ട് ഫെയിൽ. അതിൻ്റെ അകത്തുള്ള ചാനൽ ഫെയിലിയർ ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ പ്രോസസ്സ് നമ്മൾ ഫെയിലിയർ ആവുന്ന കേസ് പറഞ്ഞു, പക്ഷേ ചാനൽ എന്ത് ചെയ്യാൻ പാടില്ല? ഫെയിലിയർ ആവാൻ പാടില്ല. ഇറ്റ് മസ്റ്റ് ബി റിലയബിൾ. അപ്പോൾ ഈ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയും ചാനൽ അവൈലബിലിറ്റിയും ആർക്കായാലും സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി സെൻറ്റർ ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, അപ്പം ഞാൻ ഈ ഫിഗറിലൂടെ പറഞ്ഞുതരാം. അതായത് P1 എന്ന് പറയുന്ന പ്രോസസ്സ്, P2 എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്. അപ്പോൾ സാധാരണ ഒരു മെസ്സേജാണ് അയക്കുന്നതെങ്കിൽ, ഇപ്പോൾ P1 M2 എന്ന് പറയുന്ന മെസ്സേജ് മാത്രമാണ് P2ന് അയക്കുന്നതെങ്കിൽ P2ന് മനസ്സിലാവും ഇത് P1 അയച്ചതാണെന്ന്. സപ്പോസ് P1 ബൾക്കായിട്ട് ഒത്തിരി മെസ്സേജ് അയക്കുകയാണെന്ന് ചോദിച്ചോ, അപ്പോൾ P2ന് കൺഫ്യൂഷൻ ആവും. ഈശ്വര, ഇത് P1 ആണോ അയച്ചത്, അതെ വേറെ ആരെങ്കിലും ആണോ അയച്ചതെന്ന്. അപ്പോൾ ഇങ്ങനൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ P2ന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു സബ് റൗണ്ട് വെച്ചിട്ടുണ്ട്.
ഈ സബ് റൗണ്ടിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ഈ പ്രോസസ്സുകളെ എല്ലാം കൊണ്ടിടും ആദ്യം. അങ്ങനെ P1 എല്ലാ പ്രോസസ്സും അയക്കുന്നത് വരെ ഈ സബ് റൗണ്ട് വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഈ പ്രോസസ്സുകളെല്ലാം കളക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൊരു ഷെഡ്യൂളിംഗ് അൽഗോരിതം വർക്ക് ചെയ്യും. എന്നിട്ട് ആദ്യം P1 എമിറ്റ് ചെയ്ത പ്രോസസ്സ് എന്ത് ചെയ്യും, P2 വിടും. ദെൻ അടുത്തത്, അങ്ങനെ 1 by 1 ആയിട്ട് ഈ പ്രോസസ്സിനെ P2 എത്തിക്കാം. അപ്പോൾ P2 മനസ്സിലാവും ഇത് ആരയച്ചതാണെന്ന്. അത്രയേ ഉള്ളൂ ഈ മെക്കാനിസം. അതെന്താ പറയുന്നത്, വെൻ മൾട്ടിപ്പിൾ മെസ്സേജ് വാസ് സെൻഡ് ബൈ എ പ്രോസസ്സ്, അതായത് ഒരു മൾട്ടിപ്പിൾ മെസ്സേജസ് ഒരു പ്രോസസ്സ് സെൻഡ് ചെയ്യുമ്പോഴത്തേനും എന്താ, ഇൻ എ സിംഗിൾ റൗണ്ട്, ഒരൊറ്റ റൗണ്ടിൽ മൾട്ടിപ്പിൾ മെസ്സേജ് ഒരു പ്രോസസ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ടി ടു ഐഡൻറ്റിഫൈ ദ സെൻഡർ ആര് എന്ന് കണ്ടുപിടിക്കാൻ റെസിപ്പിയൻറ്റിന് പാടാണ്. അപ്പോൾ എന്ത് ചെയ്യും, ദർ ഇസ് എ സബ് റൗണ്ട് വെയർ വി ക്യാൻ പ്ലേസ് ദീസ് മെസ്സേജസ്. ഒരു സബ് റൗണ്ട് വെച്ചിട്ടുണ്ട് ബിഫോർ ദ റെസിപ്പിയൻ്റ് ആയിട്ട്. അവിടെ നമ്മൾ ഈ മെസ്സേജ് എല്ലാം പ്ലേസ് ചെയ്യും. ഈ ഷെഡ്യൂളിംഗ് അൽഗോരിതം ഈ സെറ്റ് ഇൻ ദ സബ് റൗണ്ട്. ഈ സബ് റൗണ്ടിൽ ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബേസ്ഡ് ഓൺ ഇറ്റ് ഈച്ച് പ്രോസസ് വിൽ കം ഔട്ട് ഓഫ് ദ സബ് റൗണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഓരോ പ്രോസസ്സും ഈ സബ് റൗണ്ടിൽ നിന്ന് വരും. സോ P2 ക്യാൻ ഐഡൻറ്റിഫൈ ദ എക്സാക്റ്റ് സെൻറ്റർ ഓഫ് ഈച്ച് മെസ്സേജ്. അങ്ങനെ P2 എന്ത് ചെയ്യാം, ഓരോ മെസ്സേജിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിനെ മനസ്സിലാക്കാം. അടുത്തെന്ന് പറയുന്നത് ഓതൻറ്റിക്കേറ്റഡ് വേഴ്സസ് നോൺ ഓതൻറ്റിക്കേറ്റഡ് മെസ്സേജ്. അതാണ് 6ാമത്തെ അസംഷനെ. എടാ അതൊന്നുമില്ല, ഇപ്പം ഒരു ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഒരു മെസ്സേജ് അയച്ചെങ്കിൽ എന്താ, P2 മനസ്സിലാവും അത് ഇന്ന ആളാണ് അയച്ചത്. അല്ലെങ്കിൽ ഒരു വേറൊരു തേർഡ് പാർട്ടിക്ക് ആ മെസ്സേജിനെ ടാമ്പർ ചെയ്യാനോ മെസ്സേജിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് ഓൾട്ടർ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഈ ഓതൻറ്റിക്കേഷനൊക്കെ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ പോലുള്ള സംഭവങ്ങളോ എൻക്രിപ്ഷൻ മെത്തേഡോ ഒക്കെ യൂസ് ചെയ്യാം. ഇതാണ് ഓതൻറ്റിക്കേറ്റഡ് മെസ്സേജ്. പക്ഷേ അൺഓതൻറ്റിക്കേറ്റഡ് എന്ന് പറയുമ്പോഴത്തേനും എന്തുവാ, ഇറ്റ് ക്യാൻ ഫോർജ് ദ മെസ്സേജ്, അതായത് ആ മെസ്സേജിൻ്റെ കണ്ടൻറ്റുകളെ ഓൾട്ടർ ചെയ്യാം. ഇറ്റ് ക്ലെയിംസ് ദാറ്റ് ഇറ്റ് വാസ് റിസീവ്ഡ് ഫ്രം അനദർ പ്രോസസ്സ്. അതുപോലെ നമുക്ക് പറയാം ഇത് P1 അല്ല അയച്ചത്, P3 എന്ന് പറയുന്ന പ്രോസസ്സാണ്. അങ്ങനെ നമുക്ക് കള്ളമൊക്കെ കാണിക്കാൻ പറ്റും. ദേ ക്യാൻ ടാമ്പർ ദ മെസ്സേജ് ടാമ്പർ ചെയ്യാം. അതൊരു തേർഡ് പാർട്ടിക്ക് വന്ന് അൺഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് ആണെങ്കിൽ ഈ പരിപാടികളെല്ലാം ചെയ്യാം. പക്ഷേ ഓതൻറ്റിക്കേറ്റഡ് മെസ്സേജ് എന്ന് പറയുമ്പോൾ അത് ഡിജിറ്റൽ സിഗ്നേച്ചറോ എൻക്രിപ്ഷൻ വഴിയോ ഒക്കെ വന്നതായിരിക്കാം. അതിന് ഈ പരിപാടിയൊന്നും പറ്റത്തില്ല. 7ാമത്തത് അഗ്രിമെൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ബൂളിയൻ വേരിയബിൾ ആയിരിക്കും. അതായത് ഒന്നീ 0, 1 വാല്യൂ ആയിരിക്കും. നീഡ് നോട്ട് ടു ബി ആൻ ഇൻറ്റീജർ, അല്ലാതെ ഒരു ഇൻറ്റീജർ വാല്യൂ ഒന്നുമല്ല. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ അബ്സ്ട്രാക്ഷൻ ഓഫ് ആൻ അൽഗോരിതത്തിൻ്റെ അബ്സ്ട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അബ്സ്ട്രാക്ഷൻ മെത്തേഡ് നമ്മുടെ അൽഗോരിതത്തിൻ്റെ അബ്സ്ട്രാക്ഷൻ മെത്തേഡിനാണ് സഹായിക്കുന്നത്. നോട്ട് അഫക്റ്റ് അതർ ഡേറ്റ ടൈപ്പ്, അത് ഡേറ്റ ടൈപ്പിനെയും കാര്യങ്ങളെ ഒന്നും അഫക്റ്റ് ചെയ്തില്ല. അപ്പോൾ അഗ്രിമെൻറ്റ് വേരിയബിൾ ചോദിച്ചാൽ എന്ത് പറയണം, അതൊരു ബൂളിയൻ വേരിയബിളാണ്, ഇൻറ്റീജർ ഒന്നുമല്ല, അൽഗോരിതത്തിൻ്റെ അബ്സ്ട്രാക്ഷനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, വേറെ ഡേറ്റ ടൈപ്പിനെയും കാര്യങ്ങളെ ഒന്നും അഫക്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ 7 അസംഷൻ. എളുപ്പമല്ലേ? നിങ്ങൾക്ക് ഒരു വട്ടം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും.